ഇനി എങ്ങനത്തെ ഒരു ക്യാരക്ടർ ചേട്ടൻ ചെയ്ത് കാണണം എന്നാണ് അവൻ ഒരു സീരിയസ് സീരിയസ് വേഷം ചെയ്ത് വില്ലൻ ക്യാരക്ടർ ആയാലോ? വില്ലനല്ല, വില്ലനായാലും കുഴപ്പമില്ല. അങ്ങനെ എപ്പോഴും അവൻ ചിരിക്കണ ഒരു കഥാപാത്രമല്ലേ. നമുക്കൊരു ഇങ്ങനെ നോക്കുമ്പോ ഒരു വില്ലൻ ലുക്ക് ഒരു എപ്പോഴും ഇതല്ലേ, എല്ലാ ഹാസ്യം അങ്ങനെയല്ലേ, ഒരെണ്ണം മാറ്റി കിട്ടണമെന്ന് ആഗ്രഹമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ? സീരിയസ് ക്യാരക്ടേഴ്സ് ലൈക് വേറെ ജോണറിലുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. 1-2 പരിപാടികൾ ചെയ്യും. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ചേട്ടന്റെ കുട്ടിക്കാലത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അമ്മയുടെ കുട്ടിക്കാലത്തിനെ പറ്റി ചേട്ടൻ എന്തൊക്കെ അറിയാം? അമ്മയുടെ കുട്ടിക്കാലം 1974 പറഞ്ഞേ. 74. അമ്മയ്ക്ക് ഒരു 20 വയസ്സോ 19 വയസ്സോ ആയപ്പോഴത്തേക്കും കല്യാണമായി. നേരത്തെ അച്ഛനുമായിട്ട് പ്രേമത്തിലൊക്കെ ആയിരുന്നു. അതിന് മുമ്പുള്ളത് പ്രീ ഡിഗ്രി പഠിച്ചപ്പം, അന്ന് പ്രീ ഡിഗ്രി അന്നേരം അവിടെ വെച്ച് പരിചയപ്പെട്ട് അവന് അന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. എന്നിട്ടും രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിന്നു. പിന്നെ വീട്ടുകാർ പതുക്കെ അവര് അക്സെപ്റ്റ് ചെയ്ത്. എന്നാലും അന്ന് ജാതി അങ്ങനെ അങ്ങോട്ട് പോയാലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ ചില പ്രശ്നങ്ങൾ. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അന്ന് രജിസ്റ്റർ വിഭാഗമാണ് കഴിച്ചത്. രജിസ്റ്റർ വിഭാഗമാണ് കഴിച്ചത്. അന്ന് കല്യാണമായിട്ട് നടത്താൻ പറ്റില്ല, ബന്ധുക്കൾ ആരും സഹകരിക്കില്ല. അങ്ങനെ ഇപ്പൊ 33 വർഷമായി. പിന്നെ അമ്മയുടെ കുട്ടിക്കാലത്തിനെ പറ്റി അമ്മ എങ്ങനെയായിരുന്നു? കുസൃതിയുള്ള കൂട്ടത്തിലായിരുന്നോ? അതോ പാവമായിരുന്നോ? മിണ്ടാപ്പൂച്ചായിരുന്നോ? എങ്ങനെയായിരുന്നു? അമ്മ പാവം, മിണ്ടാപ്പൂച്ചല്ല. എന്റെ അനിയത്തിയുടെ സെയിം ക്യാരക്ടർ. എന്നെ ഇടിച്ചെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു ഗുണ്ടയാണ്. വീട്ടിലെ അമ്മ പറയുന്ന കറികളൊക്കെ മാത്രമേ വെക്കാവൂ. അമ്മയുടെ അമ്മ വായിക്കണ ബുക്കുകൾ ആരെങ്കിലും വന്നെടുത്താ അവര് ചീത്തയൊക്കെ വിളിക്കുന്നവരാ. ഭയങ്കര സീനായിരുന്നു. അതെന്തെന്നറിയാമോ, എന്റെ ബുക്കുകൾ ആരെങ്കിലും എടുത്തോണ്ട് പോകും. ഞാൻ നമ്മളെ വീട്ടിലെല്ലാം വരും, പൂമ്പാറ്റ, ബാലരമ, അങ്ങനെ അപ്പൊ അത് ആരെങ്കിലും വന്ന് ഞാൻ വായിച്ചിട്ട് വെച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോ അപ്പുറം ഇപ്പുറമുള്ള പിള്ളേർ അതെടുത്തോണ്ട് പോകും. പിന്നെ അവര് തിരിച്ചു തരൂല. അപ്പൊ എനിക്ക് പ്രശ്നമാണ്. ഞാൻ അത് അടുക്കി വെക്കും. പിന്നെ വാങ്ങിച്ചോണ്ട് വരും. വാങ്ങിച്ചോണ്ട് വന്ന് അവിടെ വെക്കും. പിന്നെ 3 ആങ്ങളമാരുടെ ഇടയിൽ ഞാൻ ഒരാളായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ അണ്ണനാണ് എന്നെ ഒരുപാട് സ്നേഹിച്ചത്. ആ അണ്ണൻ ഇവിടെ വലിയമ്മാച്ചൻ എന്ന് പറഞ്ഞില്ലേ, കശ്മീരി 36-ാമത്തെ വയസ്സിൽ ആക്സിഡന്റ് ആയിരുന്നു, മരിച്ച്. പുള്ളി പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പുള്ളിയാണ് ആദ്യം എന്നെ ഒരുക്കി മറ്റേ സ്റ്റേജിലൊക്കെ ഡാൻസ് 4 വയസ്സായി പറഞ്ഞത് പുള്ളിയാ. പുള്ളി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യന്റെ ഒക്കെ എനിക്ക് അന്ന് പഠിപ്പിച്ചു തരുവാണ്. പുള്ളി ചെറിയ ഒരു ഫാമിലി എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ആയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യണത്. പുള്ളി ഇല്ല. അതാണ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനോളം നിന്നെ. അവന് അത് ഒരു വലിയ നഷ്ടമായിരുന്നു നമുക്ക്. അമ്മ എങ്ങനെയായിരുന്നു? അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ കല, ഡാൻസ്, പാട്ട് അതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ. ഞാൻ ഓട്ടം, ചാട്ടം, അങ്ങനെ എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാൻ കബഡി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇവന്റെ അച്ഛന് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കുറച്ച് നടന്നു. മറ്റേ കുറച്ച് ആൾക്കാരൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പേരൊന്നും പറയാ അങ്ങനെയൊക്കെ പോയി കണ്ട് വന്നിട്ട് അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പം ഒരു വിഷമമായി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയപ്പോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളത്. അവൻ പറ്റിയില്ല, അവന് പറ്റിയല്ലോ എന്ന്, അങ്ങനെ ഒരു സന്തോഷം. അച്ഛൻ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? അച്ഛൻ എന്റെ ഇതുപോലെ സ്റ്റേജ് പരിപാടിക്കൊക്കെ വിടാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം അതവിടെ പോയി ഞാൻ ചെയ്ത് തെറ്റിപ്പോയി അവർ ഇനി എടുത്തിന്റെ പഞ്ഞിക്കിടോ. അങ്ങനെ എൻ്റെ കൂട്ടുകാരിടയ്ക്ക് മിമിക്രി കാണിക്കാൻ വേണ്ടി പല അമ്പലങ്ങളിലൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ വിടാറില്ല. കാരണം അച്ഛൻ്റെ മനസ്സിൽ ഇത് പേടിയുള്ളതുകൊണ്ട് എന്തെങ്കിലും അവന്മാരിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തട്ട് കിട്ടുമെന്നുള്ള പേടി കൊണ്ട് വിടാറില്ല. പക്ഷേ പുള്ളിക്കും ആഗ്രഹം സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കട്ടെ എന്നുള്ള ആഗ്രഹം തന്നെ. ഹാപ്പിയാണ്. അപ്പം ജോമോൻ ചേട്ടന്റെ ഒരു പോസ്റ്റർ റീൽസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. വാഴ 2-ന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വാഴ 2-ന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? വാഴ 2 ഇനി ഒരു 2-3 ഷെഡ്യൂളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യം ഇതുപോലെ നമ്മളും അതിൽ വന്നാൽ ഭയങ്കര രസമായിരിക്കും എന്നുള്ള കാര്യം
ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പം ഇനി പുള്ളി അതെന്താണ് തീരുമാനിക്കുന്നത് പറഞ്ഞില്ല. നമുക്കും അതിലെങ്ങനെയും വർക്ക് ചെയ്യണമെന്നുണ്ട്. അതെ അതെ. എന്തായാലും അടുത്ത ബ്ലോക്ക് ബസ്റ്റർ അല്ലേ അത് നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പം ചേട്ടൻ ഇങ്ങനെ ലൈക്ക് ശരിക്കും അമ്മയും മോനും എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഒക്കെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അടുത്ത് പറയാറ്? അവ എല്ലാ കാര്യവും എൻ്റെ അടുത്ത് തന്നെ പറയും. അധികം പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാന്നുള്ളതല്ലേ. അടിക്കൂല. ഞാൻ അങ്ങനെ അടിക്കുക വഴക്കുറേ ചെയ്യും. ചെറുപ്പത്തിൽ അന്നാണ്. അങ്ങനെ അടിക്കുക വഴക്ക് അങ്ങനെ ഒരു കാര്യം വഴക്ക് പറയുന്ന കാര്യം ഇല്ല. അവൻ അറിഞ്ഞെല്ലാം ചെയ്യും. എനിക്കായിരുന്നാലും ഇപ്പം എല്ലാം അവൻ അറിഞ്ഞ് ചെയ്യണുണ്ട്. അതുകൊണ്ട് ഒന്ന് കുറച്ചും കൂടെ പറഞ്ഞോന്നൊക്കെ അമ്മ സൂക്ഷിച്ച് സംസാരിക്കണോന്നൊക്കെ പറഞ്ഞാണ്ട് കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഒന്നിനും നേരം അവ ഇന്നലെ എറണാകുളത്തുനിന്ന് വന്നതല്ലേ ഉള്ളൂ. പിന്നെ കിടന്ന് ഉറങ്ങി. പക്ഷെ മെഹറിനാണെന്ന് കേട്ടപ്പോ ഇച്ചിരി പേടി കൂടുതലായിരുന്നു. എനിക്കോ? എനിക്ക് പേടിയില്ല. അല്ല എനിക്ക് അപ്പൊ ഒന്നും നമുക്ക് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ അവൻ ഇങ്ങോട്ട് വരികയും ചെയ്യും. അല്ലെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നേനെ. ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയണം. ഒന്നിനും പറ്റിയില്ല. അമ്മ പ്രണയങ്ങളിലൊക്കെ സപ്പോർട്ടീവ് ആണോ? എനിക്ക് +2 വെച്ച് ആ സമയത്ത് സീനായിരുന്നു. പക്ഷെ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുള്ളതാ. അത് അച്ഛനും അങ്ങനെ തന്നെ. വീട്ടിലങ്ങനെ കുഴപ്പമൊന്നുമില്ല. വീട്ടിലെല്ലാം അമ്മയുടെ അടുത്തെല്ലാം പറയാറുണ്ടോ? എല്ലാം പറയാം. പക്ഷെ ഇപ്പൊ അവന്റെ അടുത്ത് ഒരു കല്യാണ കാര്യം പറഞ്ഞ അവൻ ഇപ്പൊ വേണ്ട. അവനിപ്പോ പ്രണയമൊക്കെ സിനിമയിലൂടെയാണ്. അയ്യോ അല്ലാതെ സിനിമയിലൂടെയാണ്. അല്ലാതെ നമ്മള് ഒരു നമ്മള് ഒരിക്കലും കല്യാണ കാര്യം പറഞ്ഞ അനുസരിക്കില്ല. ട്രോഫി തന്നു. അപ്പം ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അമ്മ എങ്ങനെയാ? കൂട്ടാണോ? എല്ലാവരും കൂട്ടാ. ആരടുത്തും മോശമൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ വന്നാലും ചിലപ്പോ ഞാൻ വല്ലപ്പം കൂട്ടുകാരോടൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ വന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല. അവ അങ്ങനെ ഒരു തെറ്റോ അങ്ങനെയൊന്നും കാണിക്കില്ല എന്ന് എനിക്കറിയാം. ഫ്രണ്ട്സും ചേട്ടനെ പോലെ തന്നെ ആണോ ക്യാരക്ടർ ഒക്കെ? നല്ല പിള്ളേരാണ് എല്ലാവരും. നല്ല കൂട്ടുകാരാണല്ലേ? ഇവിടെ തന്നെയാണോ ഫ്രണ്ട്സും? അത് കൊച്ചിയിലാണ് ഇപ്പൊ കൂടുതലും കൂട്ടുകാർ. നാട്ടിൽ ഫ്രണ്ട്സ് നാട്ടില് കുറവാ. എല്ലാരും ആരും ഇല്ല ഇപ്പൊ നാട്ടില്. എല്ലാരും ഓരോരോ കാര്യങ്ങളൊക്കെ പോയി. വാഴയില് എല്ലാവരെയും ഞാൻ ഏതാണ്ടുള്ളവരെയൊക്കെ കണ്ടു. ഞാൻ സഹോദരന്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം ഓപ്പറേഷൻ ചെയ്തൊക്കെ. അപ്പോഴും എല്ലാരും വന്ന് കാണാൻ. വാഴ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും എല്ലാവരും ആയിട്ടുണ്ടല്ലേ? വാഴ തന്നെ രോമാഞ്ചത്തിൽ തുടങ്ങിയത്. പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? പുതിയത് ഇപ്പം ജോൺ പോൾ ജോർജ് ഇല്ലേ, പുള്ളിയുടെ ഒരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിപ്പം ഒക്ടോബർ കഴിഞ്ഞിട്ട് ഇറങ്ങും തോന്നുന്നു. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ചേട്ടനാണെങ്കിൽ എല്ലാം അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ടെന്ന് പറയും. എന്നാലും ചേട്ടൻ അമ്മ അറിയാതെ ചെയ്തൊരു ചെറിയ കള്ളത്തരം എന്തായിരിക്കും? അല്ല, പാർട്ടിക്ക് പോയതായിരിക്കും. അല്ല, അമ്മയുടെ അടുത്ത് പറയാറില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ പറയായിരിക്കും. പോയി കഴിഞ്ഞിട്ട് പറയാം. പോയി കഴിഞ്ഞിട്ട് വലിയ കള്ളത്തരങ്ങളൊന്നും അവന്റെ സന്തോഷമൊക്കെ നമ്മളെ കൂടെ ചെലവഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോഴും നമ്മള് 3 ദിവസം എല്ലായിടത്തും ഒക്കെ പോയി കറങ്ങി വന്നു. അതുപോലെ അത് നമ്മളോടെ ഇരിക്കാനും. അനിയത്തിയാണ് ഏറ്റവും സപ്പോർട്ടായിട്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന പിന്നെ അത് മതിയോ. അങ്ങനെ ആയിരിക്കട്ടെ എന്ന്. അപ്പം നമ്മള് മിക്ക ബോയ്സ് ഇപ്പൊ എന്റെ അനിയനൊക്കെ ആണെങ്കിലും ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് പോണത്. പിന്നെ വിളിച്ചു നോക്കുമ്പോ ചിലപ്പോ വല്ല ഊട്ടിയിലോ മൂന്നാറോ അവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും നമ്മള് വണ്ടിയിലൊക്കെ പോകുന്നത് ചുമ്മാ ആരൊക്കെയാ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മയടുത്ത് പറഞ്ഞിട്ട് പോണം, അല്ലെങ്കിൽ സീനാണെന്നുള്ളത് മുമ്പ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും പറയും. കൊടൈക്കനാലൊക്കെ പോണെങ്കിൽ പറയണം, പറയാതെ പോകരുത്. എപ്പോഴും അവൻ പുറത്തിറങ്ങിയാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഒരു അബദ്ധം വരും. TV ഒക്കെ കാണുമ്പോഴത്തേക്ക് ടെൻഷനാണ് എനിക്ക്. അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോയാൽ എനിക്ക് ടെൻഷൻ. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അപ്പം വിളിക്കും, അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. അപ്പോൾ അവൻ പറയും, അമ്മ ഞാൻ ഇവിടെ ഇപ്പം വരും എന്ന് പറയും. രാത്രി ആയാലും അങ്ങനെ
ഒരുപാട് നേരം പുറത്ത് നിൽക്കില്ല. പോണെങ്കിൽ അങ്ങനെ തോന്നെ താമസിക്കണമെങ്കിൽ അപ്പോഴേ വിളിച്ചു പറയും അമ്മ ഞാൻ ഇത്തിരി താമസിച്ചേ വരുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പൊതുവെ എങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്ന കൂട്ടത്തിലാണോ അതോ? ഇല്ല ഇടയ്ക്ക് ഇപ്പൊ ഒരു ദിവസം താമസിച്ചാൽ വന്നു. ഗൾഫിൽ നിന്ന് ഏതാ കൂട്ടുകാരൻ വന്നു, അങ്ങനെ അവൻ്റെ കൂടെ സംസാരിച്ച് ഇന്നലെ. അതിന് മുമ്പ് ഒരു ദിവസം താമസിച്ചു വന്നു, 2 ദിവസം. അല്ലാതെ അവൻ 9:30 ഒക്കെ ആകുമ്പോ ഇനി വരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നല്ലൊരു ഓണത്തിന്റെ സമയമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ചേട്ടൻ ആഗ്രഹിച്ച പോലെ നല്ല നല്ല സിനിമകൾ, എന്താ പറയാ, പല ജോണറിലുള്ള സിനിമകളുടെ ഭാഗമാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉടൻ തന്നെ ഒരു എന്താ പറയാ നമുക്കൊരു വില്ലൻ ക്യാരക്ടറിലൊക്കെ കാണാൻ പറ്റട്ടെ. അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.